എല്ലാവർക്കും നമസ്കാരം. സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ. മാത്തമാറ്റിക്സ് യോഗ്യതയുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ BSc മാത്തമാറ്റിക്സ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ മികച്ച ഒരു പോസ്റ്റാണ് സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 80 മാർക്കിന് മാത്തമാറ്റിക്സും 20 മാർക്കിന് GK ആയിരുന്നു 2017 നടന്ന പരീക്ഷയ്ക്ക്. സോ എന്താണ് ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് മാത്രം എഴുതാൻ കഴിയുന്ന പരീക്ഷയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് ഈസ് മെയിൻ. സോ മാത്സിൽ അത്യാവശ്യം MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എല്ലാ ടോപ്പിക്സിൽ നിന്നുമുള്ള ഡിഗ്രി ലെവലിൽ +2 ലെവലിൽ നിന്ന് തുടങ്ങി ഡിഗ്രി ലെവൽ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ എല്ലാ ടോപ്പിക്സിൽ നിന്നും നമ്മൾ വളരെ വിശദമായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു എക്സാമാണിത്. അപ്പം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് പഠിച്ച ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ മാത്തമാറ്റിക്സിലെ നോളജ് വെച്ച് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ തയ്യാറെടുക്കേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ആ ധാരണയ്ക്ക് വേണ്ടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇനി നമുക്ക് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് വരാം. ഓരോ ചോദ്യത്തിൽ നിന്നും അതിനോടനുബന്ധിതമായി പഠിക്കേണ്ടതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്താണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ദ ലീസ്റ്റ് നാച്ചുറൽ നമ്പർ ഹാവിങ് 100 ഡിവൈസേഴ്സ്. 100 ഡിവൈസറുകളുള്ള ഏറ്റവും ചെറിയ ലീസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്പർ തിയറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇപ്പോൾ n എന്ന് പറയുന്ന ഒരു സംഖ്യയെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് P1 എന്ന പ്രൈം ഫാക്ടർ റേസ് ടു അത് എത്ര ടൈംസ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരു A1 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ P1 റേസ് ടു A1 ഇൻറ്റു P2 റേസ് ടു A2 ഇൻറ്റു P3 റേസ് ടു A3 എക്സെട്ര അപ് ടു Pn റേസ് ടു AN എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഈ പ്രൈം സംഖ്യകളുടെ മണ്ടയ്ക്ക് കിടക്കുന്ന പവർ അവരുടെ കൂടെ 1 കൂട്ടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരവാണ് എന്ത്? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? നമ്പർ ഓഫ് ഡിവൈസേഴ്സ്. ഓക്കെ, എന്ന് പറയുന്നത് എന്ത് വരും? A1 + 1 ഇൻറ്റു A2 + 1 ഇൻറ്റു A3 + 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു AN + 1. ഈ കാര്യത്തിൽ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്നും നോർമലി എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നും എത്ര ഡിവൈസേഴ്സ് ഉണ്ടെന്നും ഈ ഡിവൈസേഴ്സിൻ്റെ ഒക്കെ സം എന്താണെന്നും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രൈം ഫാക്ടറൈസേഷനുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചു വെക്കേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡിവൈസേഴ്സിൻ്റെ എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത് 100. ഓക്കെ, സോ അതായത് ഏതോ ഒരു സംഖ്യയെ നമ്മൾ ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് P1 റേസ് ടു A1 ഇൻറ്റു P2 റേസ് ടു A2 എന്നെഴുതി അങ്ങനെ എഴുതി കിട്ടുന്ന ഉത്തരം അതിൻ്റെ പവറിലുള്ള സംഖ്യകളുടെ കൂടെ 1 കൂട്ടി ഗുണിച്ച് കിട്ടുന്ന ഉത്തരമാണ് 100. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണെന്നാ ചോദ്യം. പിടികിട്ടുന്നുണ്ടോ? അതായത് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആ 100 തന്നേക്കുന്നത്. അതായത് ഏതോ ഒരു സംഖ്യയുടെ പവറുകളുടെ കൂടെ 1 കൂട്ടി A1 + 1 ഇൻറ്റു A2 + 1 ഇൻറ്റു അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന ഒരു ഉത്തരമാണ് എന്ത്? 100. ഓക്കെ, പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ എന്തൊക്കെ സംഖ്യകൾ പ്രൈം സംഖ്യകൾ ഗുണിച്ച് 100 കിട്ടുമോ നോക്കാം. 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 100നെ നമുക്ക് 5² ഇൻറ്റു 2² എന്ന് എഴുതിക്കൂടെ? 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 25 × 4 ആണ് 100. ഓക്കെ ആണല്ലോ? അതായത് 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, അതായത് ഈ കാണുന്ന 5 ആണ് നമ്മുടെ A1 + 1.
A1 പ്ലസ് 1ഉം A2 പ്ലസ് 1ഉം A3 പ്ലസ് 1ഉം A4 പ്ലസ് 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് 100 കിട്ടുന്ന പോലെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ A1 എന്തായിരിക്കും? A1 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് 1 ആണ് 5. അപ്പോൾ A1 എന്തായിരിക്കും? 4 ആയിരിക്കും. A2 എന്ന് പറയുന്നത് 4 ആയിരിക്കും. A3 എന്ന് പറയുന്നത് 1 ആയിരിക്കും. A4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പ്രൈം സംഖ്യകൾ P1 റൈസ് ടു A1 ഇൻറ്റു P2 ഇനിയിപ്പം ഇത് നമ്മൾ പ്രൈം സംഖ്യകളുടെ പവറിലേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ A1 A2 A3 A4 നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള പ്രൈം സംഖ്യകൾ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഈ പവേഴ്സ് നമ്മൾ കൊടുത്തു നോക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. 2 പ്രൈം സംഖ്യയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ n എന്നുള്ള സംഖ്യ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 2 റൈസ് ടു ആദ്യത്തെ A1 2 റൈസ് ടു A1 4. അടുത്ത പ്രൈം സംഖ്യ 3 ആണ്. 3 റൈസ് ടു A2 A2 എന്ന് പറയുന്നത് 4. ശ്രദ്ധിച്ചിരിക്കുക, നോക്കണേ. A1 4 ആണ്, A2 4 ആണ്. അടുത്തത് 3 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 5. 5 റൈസ് ടു 1. ശരിയാണല്ലോ. A3 എന്ന് പറഞ്ഞാൽ 1. 5 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ആരാണ്? 7. 7 റൈസ് ടു 1. A4 ആരാണ്? 1 ആണ്. A4 1 ആകുമ്പോൾ 7 റൈസ് ടു 1. ഇപ്പോൾ 2 റൈസ് ടു 4 ഇൻറ്റു 3 റൈസ് ടു 4 ഇൻറ്റു 5 റൈസ് ടു 1 ഇൻറ്റു 7 റൈസ് ടു 1 എന്ന് എഴുതാം. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ കാണുന്ന സാധനമാണ് ഞാൻ. ഇത് കൃത്യമായി ഒരു പ്രൈം ഫാക്ടറൈസ്ഡ് ഫോം ആണല്ലോ. ഈ കാണുന്ന 2ഉം 3ഉം 5ഉം 7ഉം പ്രൈം സംഖ്യകളാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ രൂപം കറക്റ്റാണോ നോക്കണേ. P1 റൈസ് ടു A1, P2 റൈസ് ടു A2 എക്സെട്ര അപ് ടു Pn റൈസ് ടു An. ഈ ഫോമിൽ തന്നെ നിൽക്കുവാണല്ലോ. P1 P2 എക്സെട്ര Pn പ്രൈം സംഖ്യകളാണ്. A1 അത് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു? ആ ആവർത്തിക്കുന്ന സംഖ്യയുടെ കൂടെ ആവർത്തിക്കുന്ന സംഖ്യ 2 4 പ്രാവശ്യം ആവർത്തിക്കുന്നു, 3 4 പ്രാവശ്യം ആവർത്തിക്കുന്നു, 5 1 പ്രാവശ്യമുണ്ട്, 7 1 പ്രാവശ്യമുണ്ട്. അവരുടെ കൂടെ 1 കൂട്ടി ഗുണിക്കുന്നതാണ് ഡിവൈസേഴ്സിൻ്റെ എണ്ണം. 4ൻ്റെ കൂടെ 1 കൂട്ടി 5, 4ൻ്റെ കൂടെ 1 കൂട്ടി 5, 1ൻ്റെ കൂടെ 1 കൂട്ടി 2, 1ൻ്റെ കൂടെ 1 കൂട്ടി 2. ഇത് ഗുണിച്ചാൽ 100 കിട്ടുമെന്നറിയാമല്ലോ. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ്റെ ഡിവൈസേഴ്സിൻ്റെ എണ്ണമാണ് 100. കൃത്യം ആവശ്യമുള്ള ഫോമിലേക്ക് നമ്മൾ മാറ്റിയില്ലേ. സോ ആ സംഖ്യ കണ്ടുപിടിക്കാൻ ഇനി ഇതങ്ങ് ഗുണിച്ചെടുത്താൽ പോരെ. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 16. 3 റൈസ് ടു 4 എത്രയാണ്? 81. 7 5 35. ഇത് ഗുണിച്ച് നോക്കുക, ഉത്തരത്തിലേക്ക് വരാം. 81 ഗുണം 35. 4 5 5 8 5 40. 1 3 3 3 8 24. 5 3 4 4 8 2. 2835 ഗുണം 16. 5 6 30 0 ശിഷ്ടം 3. 3 6 18 3 21 1 ശിഷ്ടം 2. 8 40. 6 8 48 2 50 0 ശിഷ്ടം 5. 6 12 5 17. ഓക്കെ, പിന്നെ 5 5 1 3 3 8 8 1 2 2 0 5 1 6 3 8 7 15 5 ശിഷ്ടം 1 2 1 3 1 4. 45,360. ഓക്കെ, 45,360 ആണ് നമ്മുടെ സംഖ്യ. കൊണ്ടുപോയി നോക്കിക്കേ. ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി 45,360 ആണ് നമ്മുടെ സംഖ്യ. പിടി കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഐഡിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കണേ. The value of the derivative of f of x equal to x into x minus 1 into x minus 2 etc. up to x minus n എന്ന് പറയുന്നതാണ് നമ്മുടെ ചോദ്യം. അറ്റ് എക്സ് ഈക്വൽ ടു 0 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റൂൾ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഫങ്ഷൻസ് ഇങ്ങനെ ഗുണിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? പ്രൊഡക്റ്റിനെ സമ്മാക്കി മാറ്റുക. പ്രൊഡക്റ്റിനെ സമ്മാക്കി മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ് എന്ത്? ലോഗരിതം. സോ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ്
എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എക്സെട്ര അപ് ടു എക്സ് മൈനസ് എൻ എന്ന് വരും. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ് അല്ലേ? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ബി സി എന്ന് പറഞ്ഞാലോ എത്ര എണ്ണം ഉണ്ടോ അത് ഇതേപോലെ ആഡ് ചെയ്യുക. എന്ത് വരും? ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി. ശരിയല്ലേ? അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എക്സ് മൈനസ് എൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ ത്രൂ ഔട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/f ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. അത് മറന്നു പോകരുത്. എന്താണ്? ചെയിൻ റൂൾ. അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ലോഗ് എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് 1. എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതുകൊണ്ടാണ് അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാത്തത്. ഓക്കെ. ലോഗ് എക്സ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എക്സ് മൈനസ് എൻ്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് എൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്താണ് വരിക? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ്? 1/x പ്ലസ് 1/x മൈനസ് 1 പ്ലസ് നോക്കുക 1/x പ്ലസ് 1/x മൈനസ് 1 പ്ലസ് 1/x മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 1/x മൈനസ് എൻ. ഓക്കെ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആളാരായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് എൻ ആയിരുന്നു എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1/x പ്ലസ് 1/x മൈനസ് 1 പ്ലസ് 1/x മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 1/x മൈനസ് എൻ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ കാണുന്ന സാധനം നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എക്സും എക്സും കട്ടാവും. ബാക്കി എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് എൻ എന്ന് വരും. ഓക്കെ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം അടുത്തത് എക്സ് മൈനസ് 1 കട്ടാവും. ബാക്കി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് എൻ എന്ന് വരും. പ്ലസ് അടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 2 കട്ടാവും. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് എൻ എന്ന് വരും. അങ്ങനെ പോയി ലാസ്റ്റ് ടേമിൽ എക്സ് മൈനസ് എൻ കട്ടാവും. ബാക്കി എന്താണ്? സെക്കൻഡ് ലാസ്റ്റ് ടേം വരെ ഉണ്ടാവും. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു എക്സെട്ര ഇട്ടാൽ മതി. ഓക്കെ. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ എന്ത്? എഫ് ഡാഷ് എക്സ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഡാഷ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് എഫ് ഡാഷ് 0 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എഫ് ഡാഷ് 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോഴുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. നോക്കാം. എക്സിന് 0 കൊടുത്താൽ ഈ ടേം മൊത്തം 0 ആയി പോകും. കാരണം 0 ഇൻറ്റു എന്ന് പറഞ്ഞത്. ഇവിടെയും 0 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ്. ബാക്കിയുള്ള എല്ലാ ടേമും 0 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാം 0 ആയി പോകും. ഫസ്റ്റ് ടേം മാത്രം ഉണ്ടാവും. കാരണം അവിടെ താഴെയുള്ള ഒരു എക്സും മുകളിലുള്ള ഒരു എക്സും തമ്മിൽ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ആ എക്സ് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് 0 ആവില്ല. അത് നമ്മൾ വാല്യൂ കൊടുത്താൽ 0 കൊടുത്താൽ എന്താണ് കിട്ടുക? 0 മൈനസ് 1 മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു മൈനസ് എൻ എന്ന് വരും. ഓക്കെ. നോക്കുക. ആ മൈനസ് ഇൻറ്റു 2 മൈനസ് ചേർന്നാൽ പ്ലസ് ആവും. 3 മൈനസ് ചേർന്നാൽ മൈനസ് ആവും. 4 മൈനസ് ചേർന്നാൽ പ്ലസ് ആവും. അപ്പം എന്നിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാത്തടത്തോളം കാലം ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ പറ്റില്ല. സോ അപ്പോൾ -1/n എന്നേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ n ഈവൻ ടൈംസ് ആണെങ്കിൽ നമുക്കത് +1 ആക്കി കിട്ടും. ഓഡ് ടൈംസ് ആണെങ്കിൽ അത് -1 ആക്കി കിട്ടും. അപ്പോൾ ആ മൈനസിൻ്റെ പ്രശ്നമല്ല ഒഴിഞ്ഞു. ബാക്കി ഇനി ആരൊക്കെയുണ്ട്? ബാക്കി ഇനി 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n ആണുള്ളത്. ഇതെന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു n എന്ന് പറയുന്നതാണ് n ഫാക്ടോറിയൽ. സോ -1/n ഇൻറ്റു n ഫാക്ടോറിയൽ ആണ് നമ്മുടെ ആൻസർ. -1/n ഇൻറ്റു n ഫാക്ടോറിയൽ.
ശരിയാണല്ലോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം കിട്ടുക. -1 into n ഫാക്ടോറിയൽ എന്നതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ആൻസർ എന്താണ് വരിക? -1 into n ഫാക്ടോറിയൽ എന്നതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The collection of all points satisfying modulus of x minus 1 less than mod x എന്നതാണ് ചോദ്യം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ മോഡ് എക്സ്, ഇത് സാറ്റിസ്ഫൈ ആവുന്ന പോയിൻസിൻ്റെ കളക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡും പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല, നെഗറ്റീവിൻ്റെ പ്രശ്നമില്ല. രണ്ട് സൈഡും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നിസ്സംശയം എടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് എന്താണ്? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ആണ്. രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയർ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ആണ്, അപ്പോൾ മോഡുലസ് ഒഴിവാക്കാം. എക്സ് മൈനസ് 1 സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് പോസിറ്റീവ് ആയിരിക്കും. ലെസ് ദാൻ എക്സ് സ്ക്വയർ, ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. മോഡ് എക്സ് മൈനസ് 1 പോസിറ്റീവ് ആണ്, മോഡ് എക്സും പോസിറ്റീവ് ആണ്. രണ്ടും എന്താണ് അപ്പുറം പോസിറ്റീവ് ആണെങ്കിൽ സ്ക്വയറിങ് ബോത്ത് സൈഡിന് പ്രസക്തി ഉള്ളൂ കേട്ടോ. എല്ലായ്പ്പോഴും ഇത് ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. രണ്ട് സൈഡും പോസിറ്റീവ് ആണ്. മോഡുലസ് ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് എക്സിന് ഏത് വില കൊടുത്താലും പോസിറ്റീവ് ഉത്തരം തരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് സ്ക്വയർ ചെയ്യാം. ഓക്കെ, സോ എക്സ് മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ലെസ് ദാൻ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ നമുക്ക് കട്ട് ചെയ്യാം. -2x പ്ലസ് 1 ലെസ് ദാൻ 0, അതായത് -2x ലെസ് ദാൻ -1. ഓക്കെ, ത്രൂ ഔട്ട് എന്ത് ചെയ്യാം? മൈനസ് കൊണ്ട് കട്ട് ചെയ്താൽ 2x ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ 1/2. എക്സിൻ്റെ വാല്യൂ 1/2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എനിക്ക് സ്വീകരിക്കാം. ഓപ്ഷൻ എ 1/2 to ഇൻഫിനിറ്റി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? 1/2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ്. നമ്മൾ ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റി സിംപ്ലിഫിക്കേഷനും ലീനിയർ ഇനീക്വാളിറ്റി സിംപ്ലിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അത് ലീനിയർ ഇനീക്വാളിറ്റി സിംപ്ലിഫിക്കേഷനകത്തുള്ള ഒരു നിയമമാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നെഗറ്റീവ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേരിയബിളിനോടൊപ്പം നെഗറ്റീവ് വരുമ്പോൾ, നെഗറ്റീവ് ഒഴിവാക്കാനായി ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുമെന്നുള്ളത് അല്ലെ. -2x ലെസ് ദാൻ -1 ആ മൈനസ് ഒഴിവാക്കാൻ വേണ്ടി ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലെസ്സർ എന്നുള്ളത് ഗ്രേറ്ററായി മാറി. മൈനസ് എല്ലാം ഒഴിവാക്കുകയും ചെയ്തു. അതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നാലാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ mod z is equal to 2 z bar dz. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ mod z is equal to a, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇൻ കോംപ്ലക്സ് പ്ലെയിൻ എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ് വരിക? കാർട്ടീഷ്യൻ പ്ലെയിനിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. കാർട്ടീഷ്യൻ പ്ലെയിനിലാണെങ്കിൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അവിടെ എച്ച് കോമ കെ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററും ആർ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസും ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ കോംപ്ലക്സ് പ്ലെയിനിലേക്ക് വരുമ്പം മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ എന്നതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പറാണ്. എ എന്ന് പറയുന്നത് ദ കോംപ്ലക്സ് നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ സെൻറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പറാണ്. അത് എ പ്ലസ് ഐ ബി ആണെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ എ ഓൾറെഡി ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പോൾ പി പ്ലസ് ക്യു ആർ ആണെന്ന് വെച്ചോളൂ. പി പ്ലസ് ഐ ക്യു ആണെന്ന് വെച്ചോളൂ. പി പ്ലസ് ഐ ക്യു. അങ്ങനെയാണെങ്കിൽ ആ പി കോമ ക്യു എന്ന് പറയുന്നതാണ് അവിടെ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് കിട്ടുന്നത്. ആർ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ റേഡിയസും ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ റേഡിയസും ആണ്. ഓക്കെ, ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. അവിടെ എ 0 ആവുമ്പോഴാണ്, എ 0 ആവുകയാണെങ്കിൽ, എ ഇസ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ഈക്വേഷൻ എങ്ങനെ മാറും? മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് മാറും. മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു, എ 0 ആയിട്ടുണ്ട്, അപ്പോൾ സെൻറ്റർ 0 ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് ആർ. സെൻറ്റേർഡ് അറ്റ് ഒറിജിനും റേഡിയസ് ആറുമായിട്ടുള്ള സർക്കിളാണ് എന്ത്? മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ. മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ സെൻറ്റേർഡ് അറ്റ് ഒറിജിനും റേഡിയസ് ആറുമായിട്ടുള്ള ഒരു സർക്കിളാണ്. ഓക്കെ അല്ലേ?
കാർട്ടീഷ്യൻ പ്ലെയിനിൽ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആണെങ്കിൽ HK 0 ആക്കിയാൽ മതി. അപ്പോൾ x² + y² = r² എന്ന് വരും. ഇതാണ് കാർട്ടീഷ്യൻ പ്ലെയിനിൽ സെൻറ്റേഡ് അറ്റ് ഒറിജിനും റേഡിയസ് ആറുമായിട്ടുള്ള സർക്കിൾ. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ mod z = r എന്ന് പറയുന്നത് സെൻറ്റേഡ് അറ്റ് ഒറിജിനും റേഡിയസ് ആറുമായിട്ടുള്ള സർക്കിളാണ്. ഓക്കെ, നോക്കാം. നമ്മുടെ റീജിയൻ mod z = 2 ആണ്. അപ്പോൾ സെൻറ്റേഡ് അറ്റ് ഒറിജിനും റേഡിയസ് 2ഉമായിട്ടുള്ള സർക്കിളാണത്. സർക്കിളാണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്കിത് z dz ആണ്. നമുക്ക് കാർട്ടീഷ്യനിലേക്ക് മാറ്റി ചെയ്യാം. അതിനേക്കാളും എളുപ്പം എന്താണ്, പോളാർ ഫോമിലേക്ക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റിക്കോളൂ. നമ്മുടെ പോളാർ ഫോമിലേക്ക് ഓയിലർ ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനമാണ് എക്സ്പോണൻഷ്യൽ ഫോം. എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റിയാൽ ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാം. z എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഫോർമാറ്റ് എന്താണ്? z = r e⁻ i⁻θ എന്ന് നമുക്ക് എഴുതാം. z എന്ന് പറഞ്ഞാൽ എന്താണ്? r e⁻i⁻θ ആണ്. അവിടെ r എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ആണ്, r എന്ന് പറയുന്നത് മോഡുലസ് ആണ്, തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ആണ്. r എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ്, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെൻറ്റ്. ഓക്കെ, r എന്ന് പറയുന്ന മോഡുലസ് ആണ്, തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ആണ്. സോ r എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് z ആണ്. ഓക്കെ, r എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z ആണ്. മോഡുലസ് ഓഫ് z ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എന്താണ്? 2. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ z = എന്ത് വരും? 2 e⁻i⁻θ എന്ന് വരും. ഓക്കെ, z⁻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ i മാറ്റി -i ആക്കിയാൽ മതി. എവിടൊക്കെ നിങ്ങൾ i കാണുന്നുണ്ടോ അത് മാറ്റി -i ആക്കുക. അപ്പോൾ z⁻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 × e⁻i⁻θ ആയിരിക്കും. 2 × e⁻i⁻θ. z⁻ കിട്ടി, dz കൂടെ കണ്ടുപിടിച്ചോളൂ. z എന്ന് പറയുന്നത് എന്താണ്? 2 e⁻i⁻θ ആണ്. അപ്പോൾ dz എന്താണ് വരിക? 2 × e⁻i⁻θ ഡെറിവേറ്റീവ് e⁻i⁻θ × i കോൺസ്റ്റൻറ്റ് തീറ്റ ഡെറിവേറ്റീവ് dθ. അതായത് 2i e⁻i⁻θ dθ എന്ന് കിട്ടും. എന്ത്? dz. dz എന്ന് പറഞ്ഞാൽ എന്താണ്? 2i e⁻i⁻θ dθ. z⁻ എന്ന് പറഞ്ഞാൽ 2 × e⁻i⁻θ. ഓക്കെ, ഇപ്പം എന്താണ്? തീറ്റയുടെ ടേംസിലോട്ടാണ് നമ്മുടെ ചോദ്യം കംപ്ലീറ്റ് മാറിയത്. അപ്പോൾ തീറ്റയുടെ ലിമിറ്റാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്. തീറ്റയുടെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സെൻറ്റേഡ് അറ്റ് ഒറിജിനുമായിട്ടുള്ള സർക്കിൾ, സെൻറ്റേഡ് അറ്റ് 0 0 ആൻഡ് റേഡിയസ് 2ഉമായിട്ടുള്ള ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീറ്റ 0യിൽ തുടങ്ങി എവിടെ കയറണം? 2πയിലോട്ട് കയറണം. ഒരു സർക്കിൾ കംപ്ലീറ്റ് ആണ്. സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 0 മുതൽ π വരെ, ശരിയല്ലേ? ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 0 മുതൽ 2π വരെ. അപ്പോൾ തീറ്റയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം കംപ്ലീറ്റ് നമുക്ക് തീറ്റയുടെ ടേംസിലോട്ട് മാറ്റി അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോക്കാം ഇതെങ്ങനെ വരും. ഇൻ്റഗ്രൽ തീറ്റയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെ, 0 മുതൽ 2π വരെ. നോക്കിക്കേ, z⁻ എന്ന് പറഞ്ഞാൽ 2 e⁻i⁻θ, 2 × e⁻i⁻θ ഇൻറ്റു dz എന്ന് പറഞ്ഞാൽ 2i e⁻i⁻θ dθ അല്ലേ? 2i e⁻i⁻θ dθ. എന്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാം? e⁻i⁻യും e⁻i⁻ നമുക്ക് കട്ട് ചെയ്യാം. 2 × 2i എന്ന് പറഞ്ഞാൽ 4i വരും. ബാക്കി ഇൻ്റഗ്രൽ 0 to 2π dθ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 4i ഇൻറ്റു ഇൻ്റഗ്രൽ dθ എന്ന് പറഞ്ഞാൽ തീറ്റയാണ് ഓവർ ദ ലിമിറ്റ് 0 മുതൽ 2π വരെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 4i ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക, തീറ്റയ്ക്ക് 2π കൊടുക്കുക. ഓക്കെ, 4i ഇൻറ്റു 2π എന്ന് പറഞ്ഞാൽ 8πi വരും നമ്മുടെ ആൻസർ, 8πi. ഓക്കെ, സോ എന്താണ്? ഓപ്ഷൻ ഡി 8πi ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? 8πi ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 4ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നോക്കുക, ദ സുപ്രീമം ആൻഡ് ഇൻഫിമം റിയൽ അനാലിസിസിലെ ചോദ്യമാണ്. ദ സുപ്രീമം ആൻഡ് ഇൻഫിമം ഓഫ് സെറ്റ് എസ് ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ ഫോം ഓഫ് 1/n മൈനസ് 1/m 1/n മൈനസ് 1/m where n and m belongs z plus പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലേ? z പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, നമ്മൾ ആ എമ്മും എന്നും എടുക്കേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് എന്തായിരിക്കും? സുപ്രീമം കിട്ടണം എന്നുണ്ടെങ്കിൽ എം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവണം, എൻ എന്ന് പറയുന്നത് 1 ആവണം. അതായത് 1/1 മൈനസ് 1/ഇൻഫിനിറ്റി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? സുപ്രീമം നമുക്ക് 1 കിട്ടും. ഓക്കെ, സുപ്രീമം എന്താണ് കിട്ടുക? 1 കിട്ടും. ഇനി ഇൻഫിമമോ? ഇൻഫിമം കിട്ടണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഫിമം വരുന്നത് എന്തായിരിക്കും? എന്നിന് പകരം നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കണം, എമ്മിന് പകരം 1 കൊടുക്കണം. ഓക്കെ, അപ്പോൾ 1/ഇൻഫിനിറ്റി 0 ആവും, മൈനസ് 1/1 1 ആവും. ആൻസർ -1 ആവും. ഇൻഫിമം എന്തും വരും? -1 വരും. സോ സുപ്രീമം ആൻഡ് ഇൻഫിമം എന്ന് പറയുന്നത് 1ഉം -1ഉം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സുപ്രീമം ഇൻഫിമം നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 6ാമത്തെ ചോദ്യം. ദ യൂണിറ്റ് നോർമൽ വെക്റ്റർ ടു ദ എലിപ്സോയിഡ്. ഒരു എലിപ്സോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്. x²/4 + y²/9 + z² = 1. അപ്പോൾ ആദ്യമേ ആ ഒരു ഫീൽഡ് ഒന്ന് എഴുതി വെച്ചോളൂ. ഫീൽഡ് എന്ന് പറയുന്നത് F = x² / 4 + y²/9 + z² - 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫീൽഡ്. സോ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് വെക്റ്റർ ഫീൽഡ് അല്ല, സ്കെയിലാർ ഫീൽഡാണ്. ഓക്കെ, ദിസ് ഈസ് എ സ്കെയിലാർ ഫീൽഡ്. സ്കെയിലാർ ഫീൽഡിലേക്ക് ഡെൽ ഓപ്പറേറ്റർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഗ്രേഡിയൻറ്റ് കിട്ടുക. സോ del f ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് del f ആണ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ടു ദ എലിപ്സോയിഡ് എന്ന് പറയുന്നത്. ഏത് ഫീൽഡ് ആയിക്കോട്ടെ, del f ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് del f. del f ബൈ മോഡുലസ് ഓഫ് del f ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ del f എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയൻ്റ് ആണ്. കാരണം തന്നിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ഫീൽഡാണ്. സോ ഗ്രേഡിയൻ്റ് കണ്ടുപിടിച്ചാൽ എല്ലാവരും ഗ്രേഡിയൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? del f = ഫോർമുല എന്താ? del f = ∂f/∂xi + ∂f/∂yj + ∂f/∂zk. ഇങ്ങനെയാണ് നമ്മൾ del f കണ്ടുപിടിക്കുക. = ∂f/∂x. x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, എഫ് ഒന്ന് എഴുതിയിടാം നമുക്ക്. എഫ് എന്ന് പറയുന്നത് x²/4 സ്മോൾ എഫ് എടുക്കാവേ, x²/4 + y²/9 + y²/9 + z² - 1. ശരിയല്ലേ? x²/4 + y²/9 + z² - 1. ∂f/∂x എന്ന് പറഞ്ഞാൽ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. x² ഡെറിവേറ്റീവ് 2x വരും, /4 വരും. അത്രയും i. കാരണം ബാക്കിയുള്ള ടേംസിലൊന്നും x ഇല്ല, അപ്പോൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആവും. ∂f/∂y എന്ന് പറയുമ്പം y² ഡെറിവേറ്റീവ് 2y വരും, /9 ഉണ്ടാവും. അത്രയും j. കാരണം ബാക്കിയുള്ള ടേംസിലൊന്നും y ഇല്ല, അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ∂f/∂z z² ഡെറിവേറ്റീവ് 2z വരും, ബാക്കിയെല്ലാം 0 ആയി പോകും. അതിൻ്റെ എന്താണ്? k. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ നമുക്ക് 2ഉം 4ഉം തമ്മിൽ കട്ട് ചെയ്താൽ 2 വരും. ഓക്കെ, സോ x/2 × i + 2y ഡിവൈഡഡ് ബൈ 9 × j + 2z × k എന്നാണ് നമുക്ക് കിട്ടുക. ഇനി അവർ പറഞ്ഞിട്ടുള്ള പോയിന്റും കൂടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. പോയിന്റ് എന്ന് പറയുന്നത് എക്സിന് പകരം x കോർഡിനേറ്റ് അറ്റ് x = del f at x = എക്സിന് പകരം x കോർഡിനേറ്റ് എന്താണ്? x കോർഡിനേറ്റ് √2 ആണ്. x √2, y = 3√2/2 അല്ലേ? y = 3√2/2 ആൻഡ് z എന്നാണ് 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം √2 ഡിവൈഡഡ് ബൈ 2 × i + 2 × yക്ക് പകരം 3√2 ഡിവൈഡഡ് ബൈ 2 /9 × j + 2 × z പകരം 0 ആണ്, അപ്പോൾ 0k എന്ന് വരും. ഓക്കെ, √2/2 അവിടെ നിങ്ങൾ നോക്കിക്കേ, താഴെയുള്ള 2നെ എനിക്ക് വേണമെങ്കിൽ √2 × √2 എന്ന് എഴുതാം. അപ്പോൾ ഒരു √2 കട്ട് ചെയ്യാൻ നമുക്ക് ബാക്കി എന്തുണ്ടാവും? 1/√2i എന്നുണ്ടാവും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2i. ഇനി ഇവിടെ എനിക്കൊരു 2 കട്ട് ചെയ്യാം, ബാക്കി 3√2/9. 3ഉം 9ഉം തമ്മിൽ വേണം കട്ട് ചെയ്യാം. 3ഉം 9ഉം തമ്മിൽ കട്ട് ചെയ്താൽ 3 വരും. അപ്പോൾ √2/3j എന്ന് വരും. ശരിയല്ലേ? √2 ഡിവൈഡഡ് ബൈ 3j എന്ന് വരും.
ക്ലിയർ ആണല്ലോ? ബാക്കി നോക്കേണ്ട ആവശ്യമുണ്ടോ? ബാക്കി 0k ആണ്, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് ഡെൽ എഫ്. ഇനി എന്ത് കണ്ടുപിടിക്കുക? മോഡുലസ് ഓഫ് ഡെൽ എഫ് കണ്ടുപിടിക്കുക. ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്കറിയാം എഫ് എന്ന് പറയുന്ന ഫീൽഡ് xi പ്ലസ് yj പ്ലസ് zk ആണ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മോഡുലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോഡുലസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ശരിയല്ലേ? ഇപ്പോൾ റൂട്ട് ഓഫ് 1/√2 സ്ക്വയർ 1/2 വരും. റൂട്ട് 2/3 സ്ക്വയർ, റൂട്ട് 2 സ്ക്വയർ 2 വരും, 3 സ്ക്വയർ 9 വരും. ഓക്കെ, ഇത് ക്രോസ് ചെയ്താൽ എന്താണ് വരിക? 9 + 4 / 18. ഓക്കെ, റൂട്ട് 13/18 2 × 9 എന്ന് എഴുതാം. ഓക്കെ, സോ റൂട്ട് 13/9 റൂട്ട് 3 വരും, ബാക്കി റൂട്ട് 2 വരും. ഓക്കെ, സോ റൂട്ട് 13 / 3 റൂട്ട് 2 ആണ് കിട്ടുക അല്ലേ? റൂട്ട് 13 / 3 റൂട്ട് 2. ഇതാണ് അതിൻ്റെ മോഡുലസ്. സോ ഇനി എൻ ക്യാപ്പ് എടുത്തോളൂ. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്. സോ 1/√2i പ്ലസ് റൂട്ട് 2/3j ഡിവൈഡഡ് ബൈ മോഡുലസ് എടുത്താൽ റൂട്ട് 13 / 3 റൂട്ട് 2 എന്ന് വരും. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 1/√2 ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ അത് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ, തിരിച്ചിട്ട് ഗുണിക്കാം. 3√2 3√2/√13 സോറി ശരി 3√2/√13 വരും, അത്രയുമായി. പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ റൂട്ട് 13/3 റൂട്ട് 2 തിരിച്ചിട്ട് ഗുണിക്കാം. ഡിവിഷൻ ബൈ ഫ്രാക്ഷൻ ഈസ് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. 3√2 മുകളിൽ വരും, റൂട്ട് 13 താഴെ വരും, അത്രയും എന്താണ്? ജെ. ഇനി കട്ട് ചെയ്യാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ. ആരൊക്കെ പോവും? ഒരു റൂട്ട് 2 കട്ട് ചെയ്യാം, ഒരു 3 കട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 3 ഡിവൈഡഡ് ബൈ റൂട്ട് 13i 3 ഡിവൈഡഡ് ബൈ റൂട്ട് 13i പ്ലസ് ബാക്കി എന്താണ്? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. നോക്കിക്കേ, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്താവും? 2 ആവും. ശരിയാണല്ലോ? സോ 2 ഡിവൈഡഡ് ബൈ റൂട്ട് 13j എന്ന് വരും അല്ലേ? 2 ഡിവൈഡഡ് ബൈ റൂട്ട് 13j. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം. സോ 3i പ്ലസ് 2j ഡിവൈഡഡ് ബൈ റൂട്ട് 13 ഇസ് ദ ആൻസർ. 3i പ്ലസ് 2j ഡിവൈഡഡ് ബൈ റൂട്ട് 13. ഇതാണ് നമ്മുടെ എൻ ക്യാപ്പ്. നോക്കിക്കേ, 3i പ്ലസ് 2j ബൈ റൂട്ട് 13 ഉണ്ടോ നോക്കിക്കേ. 3i പ്ലസ് 2j ഡിവൈഡഡ് ബൈ റൂട്ട് 13 ആണ് കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തപ്പം 3 വിട്ടുപോയതാണ്. റൂട്ട് 13 ആണ് കേട്ടോ, കറക്റ്റ് ചെയ്തോണേ. സോ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3i പ്ലസ് 2j ഡിവൈഡഡ് ബൈ റൂട്ട് 13 ആണ് നമ്മുടെ ശരി ഉത്തരം. അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഞാൻ ടൈപ്പ് ചെയ്ത സമയത്ത് അതിനകത്ത് 1 എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഒന്നുകൂടെ റീകൺഫേം ചെയ്തേക്കാം. 3i പ്ലസ് 2j ഡിവൈഡഡ് ബൈ റൂട്ട് 13 ഈസ് കറക്റ്റ് ആൻസർ. 3i പ്ലസ് 2j ഡിവൈഡഡ് ബൈ റൂട്ട് 13 ആണ് നമ്മുടെ ശരി ഉത്തരം. ഇതായിരുന്നു നമ്മുടെ 6ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ചെയ്യാനാണ് ചോദ്യം. ഇൻ്റഗ്രൽ 1 to 2 3 minus 1 y dx plus x dy plus 4 dz ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം? ആദ്യമേ ഇതിനെ യൂണിവേരിയറ്റിലേക്ക് പാരാമെട്രിക്കിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലൈനിൻ്റെ ഇക്വേഷൻ എടുക്കാം. നമുക്കറിയാം നമ്മുടെ 2 പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ലോവർ ലിമിറ്റ് 1 1 1 ആണ്, അവിടെ മുതൽ അപ്പർ ലിമിറ്റ് 2 3 minus 1. നമ്മൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു, എന്നിട്ട് എക്സിനെയും വൈനെയും ഇസഡിനെയും ഒരൊറ്റ വേരിയബിളിലേക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പരിപാടി. ശ്രദ്ധിക്കണേ, നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 2 പോയിന്റ് കിട്ടിയാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് ഇഫ് 2 points ആർ ഗിവൺ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ 2 പോയിൻറ്റ്സ് ഉണ്ട്, x1 y1 z1 എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്, ആൻഡ് x2 y2 z2 എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ
ആ ലൈനിൻ്റെ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. എക്സ് ടു മൈനസ് എക്സ് വൺ ആണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ട്, ഡയറക്ഷൻ ആംഗിൾ ഉണ്ട്, ഡയറക്ഷൻ റേഷ്യോ ഉണ്ട്. അതൊക്കെ നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ പഠിക്കാനുള്ളതാണ്. എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷൻ റേഷ്യോ ആണ്. എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ശരിയല്ലേ? സോ നെക്സ്റ്റ് വൈ മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ വൈ ടു മൈനസ് വൈ വൺ. വൈ ടു മൈനസ് വൈ വണ്ണിനെ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യും. സെഡ് മൈനസ് സെഡ് വൺ ബൈ സെഡ് ടു മൈനസ് സെഡ് വൺ, അതിനെ നമ്മൾ സി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ടെക്സ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി, വെയർ എ ബി സി ആർ ദ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇനിയിപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ലൈനിൻ്റെ ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ നമ്മളൊരു കോമൺ പാരാമീറ്റർ സംതിങ് ഒരു ടി ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് എക്സിനും വൈക്കും ഇസഡിനും ഇൻ ടേംസ് ഓഫ് ടി നമ്മളൊരു ഇക്വേഷൻസ് എടുക്കും. എന്നിട്ട് ടിയുടെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ചോദ്യം കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, തുടങ്ങാം. സോ ആദ്യമേ ഇക്വേഷൻ കണ്ടുപിടിക്കുക. എക്സ് മൈനസ്, ഇത് ഞാൻ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ ആയിട്ട് എടുക്കുന്നു. ഇത് എക്സ് ടു വൈ ടു ഇസഡ് ടു ആയിട്ട് എടുക്കുന്നു. എക്സ് മൈനസ് എക്സ് വൺ വൺ ആണ് ബൈ എക്സ് ടു എന്ന് പറഞ്ഞാൽ 2 ആണ്, എക്സ് വൺ 1 ആണ്. 2 മൈനസ് 1 1 വരും. വൈ മൈനസ് വൈ വൺ 1 ആണ്, വൈ ടു മൈനസ് വൈ വൺ, വൈ ടു 3 ആണ്, വൈ വൺ 1 ആണ്. 3 മൈനസ് 1 2 വരും. സീക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ 1 ആണ്, സെഡ് ടു മൈനസ് 1 ആണ്, മൈനസ് സെഡ് വൺ. മൈനസ് വൺ എന്നുള്ളത് മൈനസ് 2 വരും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എടുക്കാം? ടി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എക്സും വൈക്കും ഇസഡിനും വാല്യൂ എടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ഇൻറ്റു ടി പ്ലസ് 1, ടി പ്ലസ് 1 വരും. വൈ എന്ന് പറയുന്നത് 2t പ്ലസ് 1 എന്ന് വരും. ഇസഡ് എന്ന് പറയുന്നത് മൈനസ് 2t പ്ലസ് 1 എന്ന് വരും. ശരിയല്ലേ? എക്സ് എന്ന് പറയുന്നത് ടി പ്ലസ് 1 വരും, വൈ എന്ന് പറയുന്നത് 2t പ്ലസ് 1 എന്ന് വരും, ഇസഡ് എന്ന് പറയുന്നത് മൈനസ് 2t പ്ലസ് 1 എന്ന് വരും. ഇനി നമുക്ക് ഡി എക്സും ഡി വൈയും ഡി ഇസഡും വേണം, അതും കൂടെ കണ്ടുപിടിക്കാം. നോക്കിയേ, ഡി എക്സ് എടുത്താൽ എന്താണ് വരിക? ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി തന്നെ വരും. ഓക്കെ, ഡി വൈ എടുത്തു കഴിഞ്ഞാലോ 2 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി, 1ൻ്റെത് 0 വരും. ഡി ഇസഡ് എടുത്താലോ മൈനസ് 2 ഇൻറ്റു ടിയുടേത് ഡി ടി വരും, 1ൻ്റെത് 0 വരും. ഓക്കെ, ഇനി ടിയുടെ ലിമിറ്റും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് 1 ബൈ 1 ആണ്. ഓക്കെ, അതായത് എക്സ് മൈനസ് 1 ആണ്. ഇനി എക്സിൻ്റെ ലിമിറ്റ് അറിയാമെങ്കിൽ നമുക്ക് ടിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാം. എക്സിൻ്റെ ലോവർ ലിമിറ്റ് നോക്കുക. എക്സിൻ്റെ ലോവർ ലിമിറ്റ് 1 ആണ്, അല്ല എക്സിൻ്റെ ലോവർ ലിമിറ്റ് 1 ആണ്. അപ്പോൾ ടിയുടെ ലോവർ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടി ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണ്. ആ എക്സിന് 1 കൊടുത്താൽ മതി. 1 മൈനസ് 1 0. അപ്പോൾ ടിയുടെ ലോവർ ലിമിറ്റ് 0. ടിയുടെ അപ്പർ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിൻ്റെ അപ്പർ ലിമിറ്റ് 2 ആണ്. ആ എക്സിൻ്റെ അപ്പർ ലിമിറ്റ് എക്സിന് കൊടുത്താൽ മതി. 2 മൈനസ് 1 1 വരും. ഇപ്പോൾ ടിയുടെ ലിമിറ്റ് കിട്ടി. ടിയുടെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 1 വരെയാണ് ടിയുടെ ലിമിറ്റ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഈ കംപ്ലീറ്റ് ടിയിലോട്ട് മാറ്റി അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്തോ. എന്ത് വരും? സീക്വൽ ടു ഇൻ്റഗ്രൽ ടിയുടെ ലിമിറ്റ് 0 മുതൽ 1 വരെയാണ് വൈ ഡി എക്സ്. വൈ എന്ന് പറയുന്നത് 2t പ്ലസ് 1. വൈ എന്ന് പറഞ്ഞാൽ 2t പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി. ഓക്കെ, പ്ലസ് എക്സ് ഡി വൈ. എക്സ് എന്ന് പറഞ്ഞാൽ ടി പ്ലസ് 1 ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡി ടി. ഡി വൈ എന്ന് പറഞ്ഞാൽ 2 ഡി ടി പ്ലസ് 4 ഡി ഇസഡ്. 4 ഇൻറ്റു ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഡി ടി. മൈനസ് 2 ഡി ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 ഡി ടി എല്ലാം നമുക്ക് പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ടാവും? 2t പ്ലസ് 1 ഉണ്ടാവും. ഓക്കെ, 2t പ്ലസ് 1 പ്ലസ് ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് വരിക? 2t പ്ലസ് 2 ഉണ്ടാവും, മൈനസ് 8 ഉണ്ടാവും. ഓക്കെ, 2 ഇൻറ്റു 4 8, മൈനസ് 8 ഡി ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 2t 2t തമ്മിൽ ആഡ് ചെയ്യാം. എന്ത് വരും? 4 ഇൻറ്റു ടി എന്ന് വരും.
ഇവിടെ 2ഉം 1ഉം 3. 3ൽ നിന്ന് 8 കുറച്ചാൽ -5. അത്രയും എന്താണ് dt. ഓക്കെ, 4t - 5 dt എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടി എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ടിയുടെ ഇൻ്റഗ്രൽ t²/2 ഓവർ ദ ലിമിറ്റ് 0 to 1. 5ൻ്റെ ഇൻ്റഗ്രൽ 5t ഓവർ ദ ലിമിറ്റ് 0 to 1. സോ ഇവിടെ നമുക്ക് 2ഉം 4ഉം തമ്മിൽ കട്ട് ചെയ്യാം, 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് ടിക്ക് 1 കൊടുത്താൽ 1² 1 വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുക്കണ്ട. -5 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1 വരും. 5 ഇൻറ്റു 1. ഓക്കെ, അതായത് 2 മൈനസ് ലോവർ ലിമിറ്റ് -0 എന്നേ വരുള്ളൂ. അപ്പോൾ 2 - 5 എന്താണ്? -3 ഈസ് ദ ആൻസർ. ഓക്കെ, എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ എ -3 ആണ്. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വെക്റ്റർ എ ഈസ് കോൺസ്റ്റന്റ് വെക്റ്റർ. അങ്ങനെയാണെങ്കിൽ ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ കേളാണ്. കേൾ ഓഫ് എന്താണ്? എ ക്രോസ് ആർ. ഡെൽ ക്രോസ് എ ക്രോസ് ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ആണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളിത് റിസൾട്ടായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇഫ് എ ഈസ് എ കോൺസ്റ്റന്റ് വെക്റ്റർ, നമ്മൾ സോളിനോയിഡൽ വെക്റ്ററിൻ്റെയും ഇറോട്ടേഷണലിൻ്റെയും ഫ്രീ ഓഫ് സോഴ്സിൻ്റെയും ഫ്രീ ഓഫ് സിങ്കിൻ്റെയും പിന്നെ ഈ പറയുന്ന റിസൾട്ടുകൾ ഡെൽ ക്രോസ്, ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്, ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ സ്കെയിലർ ഫീൽഡ്, കേൾ ഓഫ് ഡൈവേർജൻസ് ഓഫ്, അങ്ങനെ വരുന്ന കേൾ ഓഫ് അങ്ങനെ വരുന്ന റിസൾട്ടുകളൊക്കെ നമ്മൾ നോർമലി പഠിച്ചു വെക്കാറുണ്ട്. ഇപ്പം ഇതൊരു നമ്മൾ പഠിച്ചു വെക്കേണ്ടതായ റിസൾട്ടാണ്. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എന്താണ്? ഇഫ് എ ഈസ് കോൺസ്റ്റന്റ് വെക്റ്റർ ഫീൽഡ്, എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എന്താണ്? ഡെൽ ക്രോസ് ഓഫ് എ ക്രോസ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ടൈംസ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, റിസൾട്ടായിട്ട് പഠിച്ചു വയ്ക്കാം. ഇഫ് എ ഈസ് എ കോൺസ്റ്റന്റ് വെക്റ്റർ ഫീൽഡ്, ഡെൽ ക്രോസ് ഓഫ് എ ക്രോസ് ആർ എന്ന് പറയുന്നത് 2 ടൈംസ് എ ആയിരിക്കും. നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്? ഡെൽ ക്രോസ് ഓഫ് എ ക്രോസ് ഓഫ് ആറിൻ്റെ എക്സ്പാൻഷൻ നോക്കുക. ഡെൽ ക്രോസ് ഓഫ് എ ക്രോസ് ഓഫ് ആർ, ഡെൽ ക്രോസ് ഓഫ് എ ക്രോസ് ഓഫ് ആർ എന്ന് പറയുമ്പോൾ എന്താണ് പറയുക? ഇതിൻ്റെ എക്സ്പാൻഷൻ ഡെൽ ക്രോസ് ഓഫ് എ ക്രോസ് ഓഫ് ആർ. അതിന് നമുക്ക് എ ഇങ്ങോട്ട് പുറത്തെടുക്കാം. എ ഇൻറ്റു എന്തെന്ന് വരും? എ ഇൻറ്റു ഡെൽ ഡോട്ട് ആർ എന്ന് വരും. മൈനസ് ആർ പുറത്തെടുക്കാം. ആർ ഇൻറ്റു ഡെൽ ഡോട്ട് എ എന്ന് വരും. പ്ലസ് ആർ ഇൻറ്റു ഡെൽ ഓഫ് എ എന്ന് എഴുതാം. മൈനസ് എ ഇൻറ്റു ഡെൽ ഓഫ് ആർ. ഓക്കെ, ഇതാണ് അതിൻ്റെ റിസൾട്ട് വരിക. ഡെൽ ഡോട്ട് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേർജൻസ് ഓഫ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ 3 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെയുടെ ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസ് ഓൺ എ വെക്റ്റർ ഫീൽഡ് ഈസ് എ സ്കെയിലാർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്. ആ സ്കെയിലാർ ആയ ഉത്തരത്തിനെയാണ് നമ്മൾ അതിൻ്റെ ഡൈവേർജൻസ് എന്ന് വിളിക്കുക അല്ലേ? അതായത് ആർ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കും, ഇപ്പോൾ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു f1i പ്ലസ് f2j പ്ലസ് f3k ആണെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസ് ഓഫ് ആർ എന്ന് പറയുന്നത് ഡോ f1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ f2 ബൈ ഡോ വൈ പ്ലസ് ഡോ f3 ബൈ ഡോ സെഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആർ എന്ന് പറയുന്നത് എന്താണ്? xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3. അല്ലാതെ തന്നെ പഠിച്ചു വയ്ക്കുക. xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെയുടെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈവേർജൻസ് എന്ന് പറയുന്നത് 3 ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ,
സോ ഡെൽ ഡോട്ട് ആർ എന്ന് പറഞ്ഞാൽ 3 ആവും. അപ്പോൾ ഇത് 3 ഇൻറ്റു എ എന്ന് വരും. ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ കാണുന്ന സംഭവം എന്താവും? F1ഉം F2ഉം F3യും കോൺസ്റ്റൻസ് ആവും. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ഡോ എഫ് ബൈ ഡോ സെഡും എല്ലാം 0 ആവും. കോൺസ്റ്റൻസ് ആണെങ്കിൽ അപ്പോൾ അവിടുത്തെ ഡൈവർജൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡൈവർജൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ ഫീൽഡ് ഈസ് 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ടേം 0 ആണ്. അതേപോലെ ഈ കാണുന്ന ടേമും 0 ആണ്. ഈ കാണുന്ന ടേം നമുക്ക് എ ഇൻറ്റു ഡെൽ ആർ എന്ന് പറയുമ്പോൾ മൈനസ് എ എന്ന് വരും. ഓക്കെ, അതായത് 3a മൈനസ് എ എന്നാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ് വരിക? 3 ഇൻറ്റു എ മൈനസ് എ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് എ. ഇത്രയും ഡിറൈവ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ദിസ് ഈസ് എ റിസൾട്ട്. യു ഷുഡ് ഹാവ് ടു ബി റിമെമ്പർ ദിസ് റിസൾട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡയറക്റ്റ് റിസൾട്ട് എന്തായാലും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പം എന്തൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. എന്താണ്, ഇറോട്ടേഷണലിൻ്റെയും സോളിനോയിഡിൻ്റെയും ഒക്കെ കുറേ റിസൾട്ടുകളുണ്ട്. ഡൈവർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയൊക്കെ പറയുന്ന റിസൾട്ടുകൾ. ആ റിസൾട്ടുകളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാം. ഇത് എന്താണ്, എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ ഡെൽ ക്രോസ് ഓഫ് എ ക്രോസ് ഓഫ് ആർ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് എ ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നമുക്കൊരു അഗെയിൻ ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ് ചോദ്യം. ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ മോഡ് z is equal to 2 e raised to 1 by z square dz എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇൻ്റഗ്രൽ മോഡ് z is equal to 2 e raised to 1 by z square dz. എങ്ങനെ കണ്ടുപിടിക്കാം? e raised to 1 by z square dz. ഓക്കെ, നമുക്ക് പല രീതിയിൽ പോവാം. നമുക്കിപ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറം ഉപയോഗിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കറിയാം. ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ f of z dz is equal to, ക്ലോസ്ഡ് ആണ് കാരണം മോഡ് z is equal to 2 is a closed circle, 2 pi I into sum of residues inside C എന്നുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി. അപ്പോൾ സിക്കുള്ളിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കണം. റെസിഡ്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇ റൈസ് ടു 1 by z സ്ക്വയറിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഒന്ന് എഴുതി നോക്കിയാൽ പോരെ. ഇ റൈസ് ടു എക്സിൻ്റെ നമുക്കറിയാം 1 plus x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നുള്ളതാണ് ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഇ റൈസ് ടു 1 by z സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണ് വരിക? ഇ റൈസ് ടു 1 by z സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സിന് പകരം 1 by z സ്ക്വയർ പ്ലസ് 1 by 2 ഫാക്ടോറിയൽ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ 1 by z സ്ക്വയറിൻ്റെ സ്ക്വയർ 1 by z റൈസ് ടു 4, 1 by 3 ഫാക്ടോറിയൽ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ 1 by z സ്ക്വയറിൻ്റെ ക്യൂബ് 1 by z റൈസ് ടു 6 പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക. നമുക്കറിയാം റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈലർ സീരീസിൽ നോർമലി ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z മൈനസ് എ, കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z മൈനസ് എ, അതിൽ എ 0 ആണെങ്കിൽ ടൈലറായി. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റെസിഡ്യൂ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 by z ടേം ഇല്ല, 1 by z സ്ക്വയർ ഉണ്ട്, 1 by z റൈസ് ടു 4 ഉണ്ട്. ഇനി ഒരു 1 by z ഒരിക്കലും വരാനും പോകുന്നില്ല. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഈ ചോദ്യത്തിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് അഥവാ കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അക്കോർഡിംഗ് ടു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല 2 pi I into 0 എന്നേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ എഫ് ഓഫ് z ഡി z എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? 2 pi I into 0 എന്നേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇൻ്റഗ്രൽ എഫ് ഓഫ് z ഡി z ഇസ് ഈക്വൽ ടു 2 pi I into ഇൻസൈഡുള്ള റെസിഡ്യൂ 0 ആണ്. സോ ആൻസർ വിൽ ബിക്കം 0. ഇങ്ങനെ ആൻസർ ചെയ്യാം. ഇത് കാർട്ടീഷ്യനിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഓയിലറിൻ്റെ എക്സ്പാൻഷൻ വെച്ചുകൊണ്ട് സോൾവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കൂട്ടത്തിൽ CRT അറിയുന്ന ഒരാൾക്ക് ഇതാണ് ഏറ്റവും എളുപ്പം. CRTയും CIFഉം കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയും കോഷീസ് റെസിഡ്യൂ തിയറവും നമുക്ക് മസ്റ്റായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ദിസ് മെത്തേഡ് ഈസ് മോർ ഈസി. ഓപ്ഷൻ ബി 0 ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ലാസ്റ്റ് ചോദ്യം 10ാമത്തെ ചോദ്യം.
ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് ഓഫ് മൈനസ് ഐ. ലോഗ് ഓഫ് മൈനസ് ഐയുടെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? ലോഗ് ഇസഡിൻ്റെ വാല്യൂ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കണേ, ലോഗ് ഇസഡ്, ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. കാരണം ലോഗ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞൊരു എക്സ്പാൻഷൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ലോഗ് എ ബി അറിയാം, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ബൈ ബി അറിയാം, ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എ റൈസ് ടു എൻ അറിയാം, എൻ ലോഗ് എ ആണ്. ലോഗ് എ ടു ദ ബേസ് ബി അറിയാം, ലോഗ് എ ബൈ ലോഗ് ബി ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവമാണ്. പക്ഷേ ലോഗ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫോം അപ്ലൈ ചെയ്യാം. ഇസഡിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എന്താണ്? ആർ ഇ റൈസ് ടു ഐ തീറ്റ. ആർ എന്ന് പറയുന്നത് മോഡ് ഇസഡും തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡുമാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറുമാണ് എന്ന് നമുക്കറിയാം. സോ ലോഗ് ഇസഡ് എന്നുള്ളത് എങ്ങനെ മാറും? ലോഗ് ഇസഡ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് മാറും. ഇനി നമുക്ക് ലോഗ് എ ബി അപ്ലൈ ചെയ്യാം. ലോഗ് എ ബി എന്താണ്? ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്, അല്ലേ? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ലോഗ് ആർ പ്ലസ് ലോഗ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഓക്കെ, സോറി, ലോഗ് ആർ പ്ലസ് ലോഗ് ഇ റൈസ് ടു ഐ തീറ്റ. വീണ്ടും ആർ ഉണ്ടാവില്ല. ലോഗ് ആർ പ്ലസ് ലോഗ് ഇ റൈസ് ടു ഐ തീറ്റ. ഇനി നമ്മൾ അടുത്ത റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. എന്താണ്? ലോഗ് എ റൈസ് ടു എൻ. ലോഗ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ അത് എൻ ലോഗ് എ ആണ്. പവർ നേരെ താഴെ ഇറങ്ങും. അപ്പോൾ ഈ ഐ തീറ്റയാണ് നമ്മുടെ പവർ, അവൻ നേരെ താഴോട്ട് വരും. ശരിയല്ലേ? അപ്പോൾ എന്താണ് വരിക? ലോഗ് ആറ് പ്ലസ് ഐ തീറ്റ ഇൻറ്റു ലോഗ് ഇ എന്ന് വരും. ലോഗരിതം ഓഫ് എക്സ്പൊണൻഷ്യൽ. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലോഗ് ഇ എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. ശരിയാണല്ലോ? സോ അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലോഗ് ആറ് പ്ലസ് ഐ തീറ്റ എന്നെഴുതാം. ശരിയല്ലേ? ലോഗ് ആറ് പ്ലസ് ഐ തീറ്റ. ഇനി നമ്മൾ ഇസഡിൻ്റെ ടേംസിൽ തന്നെ ഇത് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ്. ഇനി എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോഗ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൈസ് ടു ഹാഫ് എന്ന് എഴുതാം. ലോഗ് എ റൈസ് ടു എൻ, എൻ ലോഗ് എ വെച്ചിട്ട് ഹാഫ് നമുക്ക് നേരെ താഴോട്ട് ഇറക്കാനും പറ്റും. സോ ഹാഫ് ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഹാഫ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ദ റിയൽ പാർട്ട്. ലോഗ് ഇസഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണെന്ന് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലോഗ് ഇസഡിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ലോഗ് ഇസഡിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. ഓക്കെ, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയാസൊക്കെ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ചോദ്യത്തിലെ ഇസഡ് എന്താണ് എന്ന് നോക്കുക. നോക്കണേ, നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗ് ഓഫ് മൈനസ് ഐ ആണ് വേണ്ടത്. നമ്മുടെ ചോദ്യത്തിലെ ഇസഡ് എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. ഓക്കെ, ഇപ്പോൾ ലോഗ് ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു? ലോഗ് ഓഫ് മോഡ് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് എഴുതാം എന്ന് നമ്മൾ പഠിച്ചു. ശരിയല്ലേ? നമ്മൾ കണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോഗ് ഇസഡ്. ലോഗ് ഇസഡ് എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് മോഡ് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ അത് വെച്ചിട്ട് മോഡ് ഇസഡ് മൈനസ് ഐ ആണെങ്കിൽ, ഇസഡ് മൈനസ് ഐ ആണെങ്കിൽ പറഞ്ഞേ മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് മൈനസ് ഐ. മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്
എ എന്ന് പറഞ്ഞാൽ 0 ആണ്, ബി എന്ന് പറഞ്ഞാൽ -1 ആണ് ഐയുടെ കോയിഫിഷ്യൻറ്റ്. ഇത് √1 ആൻസർ 1 കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് ഇസഡിന് പകരം 1 കൊടുക്കാം പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ്. ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്താണ്? -i എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കോൺജുഗേറ്റ് ആക്സിസ് ആണ്. ഓക്കെ, ഇത് ഐ വരുന്ന ആക്സിസ് XIY ആക്സിസ് എന്ന് പറയും. ഓക്കെ, ഇത് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയും, അഥവാ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്ന ആക്സിസ്. ആർജൻറ്റ് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ +2-ൽ +1 പഠിക്കുന്നതാണ്. ദെൻ നോക്കണേ, അപ്പോൾ അതിനകത്ത് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണല്ലോ. പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് π/2 ആണ് ആംഗിൾ വരിക. പക്ഷെ നമുക്ക് എന്താണ് -i ആണ്. -i എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദി കോൺജുഗേറ്റ് ആക്സിസ് ആണ്. അപ്പോൾ എന്താണ് വരിക? -π/2 ആണ്. -π/2 ആണ്. സോ ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ -π/2. ടാൻ ഇൻവേഴ്സ് b/a വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും അത് ഡിവിഷൻ ബൈ 0 ഇൻഫിനിറ്റി വരും എന്ന് നിങ്ങൾക്ക് അറിയാം. ടാൻ ഇൻഫിനിറ്റി ആവുന്നത് y ആക്സിസ് ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് y ആക്സിസിന് സ്ലോപ്പ് ഇല്ലാത്തതെന്ന് നമുക്കറിയാം. ശരിയല്ലേ? സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ m = tan θ ആണല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് -i ആണ്. +i ആണെങ്കിൽ π/2. ഇപ്പം എന്താണ് ഒരു കോൺസ്റ്റൻ്റ്, ഒരു നെഗറ്റീവ് എക്സ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു -3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത് വരും. -3യുടെ ആർഗ്യുമെൻ്റ് എന്താണ്? π ആണ്. ഓക്കെ, കിട്ടിയോ? ഒരു -3 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ അവിടെ ആർഗ്യുമെൻറ്റ് എന്താണ് വരിക? നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ 180 ആണ്, π ആണ് ആർഗ്യുമെൻറ്റ് വരിക. പോസിറ്റീവ് y ആക്സിസ് എന്ന് പറയുമ്പോൾ 90 ആണ് ആർഗ്യുമെൻറ്റ് വരിക. നെഗറ്റീവ് y ആക്സിസ് എന്ന് പറയുമ്പോൾ 3π/2 പറയാം, അല്ലെങ്കിൽ -π/2 പറയാം. ശരിയല്ലേ? ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് 3π/2 പറയാം. ക്ലോക്ക് വൈസ് ആണെങ്കിൽ -π/2 പറയാം. ഇവിടെ -π/2 ആണ് നമുക്ക് എഴുതേണ്ടത്. കാരണം ഓപ്ഷനിൽ π/2ൻ്റെ ടേംസിലാണ് നമ്മുടെ ഓപ്ഷൻസ് എല്ലാം. 3π/2 എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഓപ്ഷനിലില്ല. ഓപ്ഷനുണ്ടല്ലോ, 3π/2 ഒന്നും കാണാനില്ല. ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. -i ഇൻറ്റു π/2, അതായത് -i/2 ഇസ് ദ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എത്രയാണ് കിട്ടുക? -i/2 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ എക്സാമിന് മുൻപ് ചോദിച്ചത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഓരോ ചോദ്യത്തിനും പിന്നിലുള്ള മുഴുവൻ കഥകളും കാര്യങ്ങളും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കൊരു ചോദ്യം ചെയ്യാനായിട്ട് അത്യാവശ്യം സമയമെടുക്കുന്നത്. ഇതറിയുന്ന ഒരാൾക്ക് പരീക്ഷയ്ക്ക് ഇത് എഴുതി വയ്ക്കാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി. അപ്പോൾ നിങ്ങൾ സമയത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട, പ്രാക്ടീസ് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ, സീ യു.